إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിലെമ്പാടും പാലിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മുത്തഖിയായി മുവഹിദായി മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ ജീവിതം സസൂക്ഷ്മം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് തഖ്വ കൈവിടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യമായി എന്നോട് പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് ഏറെ പുണ്യം നിറഞ്ഞ മാസങ്ങളിൽ അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പറഞ്ഞ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൽ തന്നെ ഏറെ പുണ്യമുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്ന ആശൂറാന്റെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്നുള്ളത് അത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ദിവസമാണ് മുഹറം 10 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ സംഭവ വികാസങ്ങൾ നടന്ന ഒരു ദിവസമാണ് ആശൂറാന്റെ ദിവസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകൾ നൽകുന്ന
ഒരു ദിവസം കൂടിയാണ് ഇന്ന് മുഹറം 10 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശുറാന്റെ ദിവസവും അതിനു മുമ്പുള്ള ദിവസവും നോമ്പനുഷ്ഠിക്കുന്നതിന്റെ ഫളലുകളെ കുറിച്ചും അതോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്ന ഘട്ടത്തിൽ യഹൂദികളായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂൻ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ഈ ഒരു ദിവസമുണ്ടല്ലോ, എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അവർ നബിയോട് പറഞ്ഞല്ലോ, ഹാദാ യൗമുൻ അദീം, ഇത് മഹത്തായ വമ്പിച്ച ഒരു ദിവസമാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമുഹു, മൂസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിന്റെ ഖൗമിനെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ കൊടും ക്രൂരതകളിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ്. വഅറഖ ഫിർഔന വ ഖൗമുഹു, ഫിർഔനെയും അവന്റെ കൂട്ടാളികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ച ദിവസമാണ് ആ ദിവസം. ഫസാമഹു മൂസ ശുക്രൻ, മൂസാ നബി അലൈഹിസ്സലാം അതിന്റെ നന്ദി പ്രകടനമായി നോമ്പനുഷ്ഠിച്ചിരുന്നു. വനഹ്നു നസൂമുഹു, നാം അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുകയും അതിൽ ഏറ്റവും അർഹരായ ആളുകൾ നാമാണ്, മുസ്ലിമീങ്ങളാണ് എന്ന് പറയുകയും പ്രവാചകൻ ആശുറാന്റെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച ദിവസമാണ്. നമുക്ക് ഖുർആനിലുടനീളം മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം കാണാൻ സാധിക്കും. ഏകദേശം 34 സൂറത്തുകളിൽ നിന്നായി 114 സൂറത്തുകളിലെ 34 സൂറത്തുകളിൽ 136 തവണ മൂസാ നബി അലൈഹിസ്സലാമയുടെ പേര് പരാമർശിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സവിസ്തരം മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഓരോ സംഭവ വികാസങ്ങളും വളരെ കൃത്യമായി ഖുർആനിന്റെ പല അധ്യായങ്ങളിൽ നിന്നായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ, ആല ഇംറാനിൽ, അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിൽ, ഖസസിൽ, അറാഫിൽ, നാസിയാത്തിൽ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സൂറത്തുകളിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ സംഭവ വികാസങ്ങളും വളരെ വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സംഭവം, ജനിക്കുന്ന ഘട്ടത്തിലുള്ള സാഹചര്യം, അദ്ദേഹത്തെ മാതാവ് നദിയിൽ ഒഴുക്കിയ സംഭവം, പിന്നീട് ഏതൊരു രാജാവാണോ അദ്ദേഹത്തെ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെടുകയും ആ ഒരു കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വളർന്നു വലുതാകുകയും പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട സാഹചര്യം, പിന്നെ തിരിച്ചു വന്ന ഘട്ടം, ദഅവത്ത് നടത്തിയ സാഹചര്യം, ഫിർഔനിനോട് നടത്തിയ സംവാദം, മന്ത്രവാദികളോട് നടത്തിയ സംവാദം, ശേഷം അവിടെ നിന്ന് ബനൂ ഇസ്രായേലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച സംഭവങ്ങൾ, അതിനുശേഷം നടന്ന സംഭവങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തൗറാത്ത് ഏറ്റുവാങ്ങിയ സംഭവങ്ങൾ, ഇങ്ങനെ സവിസ്തരം മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ അസ്മിൽപ്പെട്ട ദൃഢനിശ്ചയമുണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ 5 പേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിൽ ആ നിലക്കെണ്ണിയത്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരിൽ ഏറ്റവും പ്രധാനിയായി മൂസാ നബി അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അല്ലാഹുവുമായി സംസാരിച്ചത് പറഞ്ഞല്ലോ, കല്ലമല്ലാഹു മൂസ തക്ലീമ, അല്ലാഹുവിനോട് സംസാരിച്ച കരീമുള്ള എന്ന് നാമം ലഭിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഓരോ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു വെക്കേണ്ട ഒരു ഏതാനും ചില പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് ദഅവത്തിന്, അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് ഒരു വിഷയവും തടസ്സമല്ല എന്ന് നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ഫദഖലൽ മദീന, ആ ഒരു പട്ടണത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം പ്രവേശിക്കുകയാണ്. ഫവജദ റജുലൈനി യഖ്തതിലാൻ, മൂസാ നബി അലൈഹിസ്സലാം രണ്ട് ആളുകൾ തമ്മിൽ പോരടിക്കുന്നത്, അവർ തമ്മിൽ കലഹിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഹാദാ മിൻ ശിയഅതിഹി, അതിൽ ഒരാൾ മൂസാ നബിയുടെ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളാണ്. ഹാദാ മിൻ അദുവിഹി, രണ്ടാമത്തെ ആള് അത് എതിർകക്ഷിയിലുള്ള ഓപ്റ്റിക് വംശജരായ ഖിബ്തിയിൽപ്പെട്ട ഫിർഔനിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്തഅഹു, ആ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഗോത്രത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ആള് മൂസാ നബി അലൈഹിസ്സലാമയോട് സഹായം ചോദിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഫബഖസഹു മൂസ ഫഖളാ അലൈഹി, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ ചെറുതായി ഒന്ന് പ്രഹരിക്കുകയാണ്, അടിക്കുകയാണ്. ഫഖളാ അലൈഹി, ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. ഖിബ്തിയിൽപ്പെട്ട ഓപ്റ്റിക് വംശജനായ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ആ ഒരു പ്രഹരത്തിൽ മരണപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മൂസാ നബി അത് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചറിയുന്നു. മൂസാ നബി പറയുന്നു, ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് ശൈത്വാന്റെ പ്രവർത്തനത്തിൽ പെട്ട കാര്യമാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. ഖാല റബ്ബി ഇന്നി വലംതു നഫ്സി ഫഅഫിർനി, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഞാൻ സ്വന്തത്തോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഫഅഫിർലി, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഫഅഫറ ലഹു, മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ സ്വീകരിച്ചുകൊണ്ട് പുറത്തപ്പെട്ടു പോവുകയാണ്. അതിനുശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാം മദീനയിലേക്ക് ഹിജ്റ പോവുകയും പിന്നീട് പ്രവാചകത്വം ലഭിക്കുകയും ശേഷം വന്ന് ബനൂ ഇസ്രായേലിയുടെ ആ ഇടയിൽ അതോടൊപ്പം തന്നെ ഫിർഔനിന്റെ മുമ്പിലെല്ലാം അല്ലാഹുവിന്റെ ദഅവത്ത് നടത്തിയത്, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളെ, നമുക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തിന്മ വന്നു പോയാൽ അതിൽ നിന്ന് തൗബ ചെയ്ത് മാറി നമ്മൾ ദഅവത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള പാഠമാണ് മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അത്തരം മാനസികമായ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും നിലക്ക് മാറി നിൽക്കാനല്ല, മറിച്ച് കൃത്യമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഫതൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങണം. ശേഷം നമ്മുടെ പ്രബോധന ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകണം. പലപ്പോഴും ഇത്തരം ഒരു വിഷയം നമ്മൾ ഇതിന്റെ ഒരു ദഅവത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ആ ഒരു കൃത്യത നമ്മൾ ബോധ്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പല പോരായ്മകളും ഉണ്ടാകും. പലപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും നമ്മളെ ദഅവത്തിന്റെ മാർഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, അതിൽ കൃത്യമായി തൗബ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നടത്തേണ്ടത്. പിന്നീട് ആ തെറ്റിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകാതെ വളരെ കൃത്യമായി ആളുകളെ ഈ ഒരു പാതയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു പാഠം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. അബദ്ധവശാൽ മൂസാ നബി അലൈഹിസ്സലാമക്ക് പോലും ആ നിലക്ക് ഒരു ചെറിയ വിഷയം സംഭവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ എന്തിനാണ് തിരിച്ചറിയേണ്ടത്? പലപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഇവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ അത് പർവ്വതീകരിച്ച് വല്ലാത്ത നിലക്ക് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മൾ മാറിപ്പോകാറുള്ളത്.
മറിച്ച് അവർ അള്ളാഹുമായി തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തൗബയിൽ പിന്നെ വിധി പറയാൻ നമ്മൾ ആരുമല്ല സഹോദരങ്ങളെ. അവരുടെ രഹസ്യ ജീവിതത്തിൽ, അവരുടെ ആ തഹജ്ജുദ് നമസ്കാരങ്ങളിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് നമ്മൾ എന്തിനാണ് ആ വിഷയം എടുത്തുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുന്നത്? ഒരിക്കലും അത് പാടില്ല. ജഅഫർ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇദാ ബലഅക അൻ അഖീക ശൈഉൻ തുക്രിഹു. ഒരു സഹോദരനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിഷയമുണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞങ്ങനെ പ്രയാസപ്പെടുത്തണമെന്നാണോ? ഫൽതമിസ് ലഹു ഉദ്റ വാഹിദൻ ഇലാ 70 ഉദ്റ. അവന് വേണ്ടി ഒരു ഇളവ് കണ്ടെത്തണം, അവന് വേണ്ടി ഒരു ന്യായീകരണം കണ്ടെത്തണം, അവന്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വാഹിദൻ ഇലാ 70 ഉദ്റ, 1 മുതൽ 70 വരെ. ഒന്ന് നമ്മൾ ആലോചിച്ചു, നമുക്ക് കിട്ടിയില്ല, നമ്മൾ വീണ്ടും ആലോചിക്കണം എന്താണ് കാരണമെന്ന്, എന്തായിരിക്കാം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിച്ച് ആ ഒരു ഉദറിനെ കണ്ടെത്തണം. ഇനി അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഖൈറാണ്, നന്മയാണ്. ഇനി അങ്ങനെ ഇല്ല, ഇനി അങ്ങനെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഉദർ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ പറയണം ലഅല്ലഹു ഉദറ, അവനൊരു ഉദറുണ്ട്, എനിക്കതറിയില്ല, ഏതോ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ചെയ്തതായിരിക്കാം. ഒരിക്കലും നമ്മൾ അവരെ ആ നിലക്ക് പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയോ ഏതെങ്കിലും ഒരു സദസ്സിന് മുമ്പിൽ ആ ഒരു വിഷയം അവതരിപ്പിച്ച് അവരെ പ്രയാസപ്പെടുത്തുകയല്ല വേണ്ടത്. മറിച്ച് രഹസ്യമായി വിളിച്ച് അവരെ തിരുത്താൻ വേണ്ടി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കേട്ട ആളുകൾ എന്നുള്ള നിലക്ക് അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ തിരുത്തി മുന്നേറാനാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, മൻ റദ്ദ അൻ അർദി അഖി, ആരെങ്കിലും ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ അവന്റെ അഭിമാനത്തെ അതിനെ സംരക്ഷിക്കുകയാണ് എങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ അവനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ഒരു സംരക്ഷണത്തെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ സഹോദരന്മാരുടെ അഭിമാനം അത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അതിന് ഏതെങ്കിലും നിരക്ക് ആരെങ്കിലും ഒരു എതിർപ്പ് പറയുകയാണ് എങ്കിൽ അത് കൃത്യതപ്പെടുത്തി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ ഗീബത്ത് പറയുന്നവരായി മാറാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഖുർആൻ ക്ലാസ്സിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു സദസ്സിലേക്ക് വരാൻ അവർക്ക് പ്രയാസം വന്നാൽ അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവൻ അങ്ങനെയാണ് എന്ന് പറയുകയല്ല, മറിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ കൂടെ നിർത്താനാണ് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത്. മൂസാ നബിയുടെ ജീവിതത്തിൽ അങ്ങനെ വന്ന ആ ഒരു വിഷയം അതിജയിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട്, നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും നിരക്കുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇതൊന്നും മൂസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിന് തടസ്സമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഒരു സംസാരത്തിന് മുമ്പ് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ശറഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. ഇത് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹിസ്സലാമക്ക് സംസാരത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള വിക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അതിജയിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഫിർഔനിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും നിലക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വേണ്ട, നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് എത്ര മനോഹരമായി നമുക്ക് സംസാരിക്കാൻ കഴിയും. രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ, എലക്ഷൻ വരുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം
സംസാരിക്കാറുണ്ട്. ഒരു ഫുട്ബോൾ സീസൺ ആണല്ലോ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടീമിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്, അതിനുവേണ്ടി വാദിക്കാറുണ്ട്. അവിടെയൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ അതിൽ നമുക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയാത്തത്? ഇനി പോട്ടെ, നമുക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ, ഒരാൾക്കൊരു നന്മയുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനാണ് കഴിയുന്നത് എങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യണം. ഇനി അതല്ല, ഒരാളെ ഒരു ഖുർആനിന്റെ ക്ലാസ്സിലേക്കാണ് നമുക്ക് ക്ഷണിക്കാൻ കഴിയുന്നതെങ്കിൽ, ഒരു വിജ്ഞാന വേദിയിലേക്ക് ക്ഷണിക്കാനാണ് നമുക്ക് കഴിയുന്നത് എങ്കിൽ അവന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് പ്രയാസമുണ്ട്. അങ്ങനെ അവൻ വന്നിരുന്നാൽ സഹോദരങ്ങളെ, ആ നിലക്ക് നമുക്ക് പ്രബോധന രീതിയിൽ ഒരു വിഷയവും തടസ്സമായി മാറാൻ പാടില്ല. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നുണ്ട്, ഫഇൻദ ഖില്ലത്തിൽ ദുആത്ത് വഇൻദ കസറത്തിൽ മുൻകറാത്ത് വഇൻദ അലബത്തിൽ ജഹൽ കഹാലിന اليوم تكون الدعوة فرض عين على كل واحد بحسب طاقته. അദ്ദേഹം ഓരോ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ദാഇമാർ കുറയുന്ന കാലഘട്ടത്തിൽ, തിന്മകൾ വ്യാപരിക്കുന്ന കാലഘട്ടത്തിൽ, അറിവുകേട് മുഴുവൻ പരക്കുന്ന കാലഘട്ടത്തിൽ ദഅവത്ത് എന്നുള്ളത്, പ്രബോധനം എന്നുള്ളത് ഫർദു ഐനാണ്. എല്ലാ ആളുകൾക്കും അവർക്ക് കഴിയുന്ന രീതിയിൽ എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ദഅവത്തിനെ കുറിച്ച് പറയുമ്പോൾ, പ്രബോധന വിഷയങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും ചില വ്യക്തികളിലേക്കാണ് നമ്മുടെ മനസ്സെപ്പോഴും പോകുന്നത്. നമ്മൾക്ക് നിർവഹിക്കേണ്ട ആ നിർബന്ധ ബാധ്യതയെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രബോധനം നടത്തിയത്. പ്രാർത്ഥനയിലുണ്ട്, വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി വസ്ദുദ് ബിഹി അസ്രി. അദ്ദേഹത്തെയും കൂടെ കൂട്ടണമെന്നാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമയും കൂടി അല്ലാഹുവേ എനിക്ക് ഈ ഒരു ദൗത്യത്തിൽ നീ ഏർപ്പെടുത്തി തരണേ എന്നാണ്. നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി ഒരുമിച്ച് നമ്മളോട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഖൈബർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു യുദ്ധത്തിന്റെ പതാക അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കൈമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, ഫവല്ലാഹി ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നിഅം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ കാരണം, നീ ഒരു സബബായി ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നന്മകൾ അദ്ദേഹം എടുത്തു വെക്കുകയാണ് എങ്കിൽ, ഈ ഒരു മാർഗത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം ആ മനുഷ്യന് ലഭിക്കുകയാണ് എങ്കിൽ, ഈ യുദ്ധത്തിന്റെ അനീമത്ത് സ്വത്തായി, ഇതിന്റെ അനീമത്തായി ലഭിക്കുന്ന ഏറ്റവും മുന്തിയ തരം ചുവന്ന ഒട്ടകത്തേക്കാൾ ഹൈറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു യുദ്ധത്തിന്റെ വേളയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യണം എന്നാണ് സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി തങ്ങളോട് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ വിഷയം, ബാഹ്യമായ തടസ്സങ്ങൾ. ഏതെങ്കിലും നിലക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ സാഹചര്യങ്ങൾ, ഭരണാധികാരികളിൽ നിന്നുള്ള പ്രയാസങ്ങൾ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും അതൊന്നും നമുക്കൊരിക്കലും പ്രയാസമാവാൻ പാടില്ല ദഅവത്തിന്റെ വിഷയത്തിൽ എന്നുള്ളതാണ്. ഫിർഔനെ കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അവൻ ഔന്നിത്യം കാണിച്ച് അഹങ്കരിച്ച് നടന്ന മനുഷ്യരായിരുന്നു. ഫജഅല അഹ്ലഹു ശിയാ. നമ്മൾ ഫാഷിസ്റ്റ് ഭരണാധികാരികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ആ നിലക്ക് ഫിർഔൻ തന്റെ ജനതയെ രണ്ടാക്കി ബാധിച്ചു എന്ന് കാണാൻ സാധിക്കും. അതിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളെ ഫിർഔൻ എന്ത് ചെയ്തു? അവരെ ഒരു നിലക്കുള്ള ആനുകൂല്യങ്ങളും നൽകാതെ അവരെ അടിച്ചമർത്തപ്പെട്ടു എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അവരെ ദുർബലപ്പെടുത്തി. ഇന്നും നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലും മനുഷ്യരെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ, അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളുണ്ട്.
ഫിർഔൻ അത്തരത്തിൽ ഏറ്റവും മുന്തി നിന്ന ആളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യുദബ്ബിഹു അബ്നാഅഹും, അവരിൽ നിന്നുള്ള ആൺകുട്ടികളെ കൊന്നുകളയുന്നു, അറുത്തു കളയുമായിരുന്നു എന്നാണ്. പെൺകുട്ടികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ആളായിരുന്നു ഫിർഔൻ എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ദഅവത്ത് നിർവഹിച്ചു. അതിൽ നാലാമതായി നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠം ദഅവത്തിന്റെ ഏറ്റവും മുൻഗണനാക്രമമാണ്. ഇത്തരത്തിൽ പ്രയാസമുള്ള ഘട്ടത്തിൽ, രാഷ്ട്രീയമായി അരക്ഷിതാവസ്ഥ ഉള്ള ഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ആദ്യമായി പ്രഥമമായി പരിഗണന നൽകിയത് അള്ളാഹുവിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർഔനോട് ചെന്ന് പറയുന്നതിനെ കുറിച്ചായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫിർഔന്റെ അടുക്കലേക്ക് പോകണം എന്ന അള്ളാഹുവിന്റെ ആ ഒരു ആജ്ഞ ഉണ്ടാകുന്ന സൂറത്തുൻ നാസിആത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഹദീസ് മൂസ എന്ന് തുടങ്ങി 15 മുതൽ 26 വരെയുള്ള ആയത്തുകളിൽ നിന്ന് ആ ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഫിർഔൻ ചോദിക്കുകയാണ്, വമാ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, നിന്റെ റബ്ബാരാണ്? വളരെ മനോഹരമായി മൂസാ നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ട ആയത്തുകളാണ്. ആദ്യമായി മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിർവഹിച്ചത് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അള്ളാഹു ആരാണ്? എന്റെ രക്ഷിതാവ്. അവൻ എല്ലാ സർവ്വചരാചരങ്ങൾക്കും ജീവൻ നൽകുകയും അവർക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. അതോടൊപ്പം തന്നെ പറയുകയാണ്, റബ്ബുസ് സമാഇ വൽ അർളി വമാ ബൈനഹുമാ, അവൻ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിന്റെ ഇടയിലുള്ള സർവ്വചരാചരങ്ങളുടെയും റബ്ബാണ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രക്ഷിതാവാണ്. അതിന്റെ ഇടയിലുള്ള എല്ലാ സകല ചരാചരങ്ങളുടെയും രക്ഷിതാവാണ് അവൻ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രക്ഷിതാവാണ്. റബ്ബുക്കും വറബ്ബു ആബാഉകുമുൽ അവ്വലീൻ, നിന്റെ രക്ഷിതാവാണ്, നിനക്ക് നിന്റെ പൂർവികരായ ആളുകളുടെ രക്ഷിതാവാണ് എന്ന് വളരെ കൃത്യമായി ആദ്യമായി ഫിർഔനിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞത്, പരിഗണന നൽകിയത് തൗഹീദിന്റെ വിഷയത്തിലായിരുന്നു. രാഷ്ട്രീയമായ വിഷയങ്ങൾക്കും സാമൂഹികമായ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ പരിഗണന കൊടുക്കണം. എന്നാൽ ആദ്യത്തെ പരിഗണന ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലായിരിക്കണം. പറഞ്ഞല്ലോ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ പ്രവാചകന്മാർക്കും നാം ബോധനം നൽകിയിട്ടുള്ളത് അതെന്താണ്? ലാ ഇലാഹ ഇല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, ഫഅബ്ദൂൻ, അവനെ ആരാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രഥമമായി പരിഗണന നൽകേണ്ട വിഷയം അത് തൗഹീദിന്റെ വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ശിർക്ക് ബിദ്അത്തുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മഹാന്മാരോട് ചോദിക്കാമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സമൂഹത്തെ പഠിപ്പിക്കുന്ന പണ്ഡിത വേഷധാരികളുള്ള നാട്ടിലാണ് നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ, മാലിക്കുൽ മുലൂക്ക്, അതോടൊപ്പം തന്നെ ഹയ്യുൽ ഖയ്യൂം, ഇതെല്ലാം മറ്റു മഹാന്മാർക്കും വെച്ചു കൊടുക്കാൻ പ്രശ്നമില്ല എന്ന് പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് സഹോദരങ്ങളെ, ഇനിയൊരു ബാധ്യതയുണ്ട്. ഈ സമൂഹത്തിന് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായി അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ നിലക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രബോധന ദൗത്യം ഏറ്റെടുക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അണിനിരത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ولجميع المؤمنين واستغفروه انه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്.
മൂസ നബി അലൈഹിസ്സലാമയുടെ ജീവചരിത്രവും അത് പ്രബോധകർക്ക് നൽകുന്ന പാഠങ്ങളുമാണ് നമ്മൾ സംസാരിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ച് വിശിഷ്യ ആശുറായിന്റെ ദിവസം അവർ ഉൾക്കൊള്ളേണ്ട പാഠം എന്നുള്ളത് ഇസ്തിഖാമത്തിന്റെ പാഠമാണ്. അത് സ്ഥിരതയോടുകൂടി ഈ ഒരു മാർഗത്തിൽ നിലനിൽക്കുക എന്നതാണ്. നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസികളായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ധാരാളം പരിഹാസങ്ങൾ, എതിർപ്പുകൾ, ഭീഷണികൾ, നിരാശകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും സഹോദരങ്ങളെ നമ്മൾ നിരാശരാകരുത് എന്നുള്ളതാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമയെ രക്ഷിക്കുന്ന ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. മൂസാ നബിയുടെ പുറകിൽ കൂടെ ബനൂ ഇസ്രായേലിനുണ്ട്. മുമ്പിൽ ചെങ്കടലാണ്. ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ ഫിർഔനിന്റെ പടയാളികൾ അവരുടെ ശബ്ദം കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, നമ്മൾ തീർച്ചയായും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇനി ഒരു പ്രതീക്ഷക്ക് വകയില്ല. നമ്മുടെ മുമ്പിൽ ചെങ്കടലാണ്, പുറകിൽ വമ്പൻ സൈന്യമാണ്, ഇനി ഒരു പ്രതീക്ഷക്ക് വകയില്ല എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെയല്ല, ഇന്ന റബ്ബി മഅി, എന്നോടൊപ്പം അല്ലാഹു ഉണ്ട്, എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവനെ വഴി നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഉറച്ച ഇസ്തിഖാമത്തോടു കൂടി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, നിരാശരാവാൻ പറ്റില്ല, നിരാശക്ക് ഒരു ഹോപ്പില്ല. നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് ഭൗതികമായ വിഷയങ്ങളിൽ സീറോ ഹോപ്പായിരിക്കും, യാതൊരു പ്രതീക്ഷയും ഉണ്ടാകില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മളോടൊപ്പം നമ്മുടെ രക്ഷിതാവുണ്ട്. സഹോദരങ്ങളെ, വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഫാഷിസ്റ്റ് ഭരണാധികാരികൾ വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. പ്രാഥമിക രേഖകൾ പോലും അതിന് കൃത്യമല്ല എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ ഫലസ്തീനിൽ ഇന്നും കുഞ്ഞുമക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കൃത്യമായി പത്രങ്ങളിലൂടെ അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ കിരാതമായ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ പ്രയാസത്തിലാണ്. ആശുറാന്റെ ദിനം നമുക്ക് നൽകുന്ന പാഠം, സഹോദരങ്ങളെ, ഇതിൽ നിന്നൊരിക്കലും മനസ്സ് മടുത്ത് ഒരു പ്രതീക്ഷ അറ്റ് നിരാശരായി തുടരേണ്ടവരല്ല വിശ്വാസികൾ. ഏതൊരു സ്വേച്ഛാധിപതിക്കും ഒരു അവസാനമുണ്ട് എന്ന് നമ്മൾ ഈ ഒരു മുഹറം 10 ദിവസത്തിൽ ഉൾക്കൊള്ളണം. ഫിർഔൻ അവസാനിച്ചു എങ്കിൽ ഈ ലോകത്തുള്ള സർവ്വകിരാതരായ സ്വേച്ഛാധിപതികൾക്കും ഒരു അവസാനമുണ്ട്. ആത്യന്തികമായ വിജയം അത് വിശ്വാസികൾക്കാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ആ നിലയ്ക്ക് ഇസ്തിഖാമത്തോടുകൂടി പ്രതീക്ഷതയിലുള്ളവരായി സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നിരാശരാകേണ്ടവരല്ല വിശ്വാസികൾ. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ദിവസം നമ്മൾ മിക്ക ആളുകളും നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകാം. ഇന്നലെ നോമ്പ് മിസ്സായി പോയ ആളുകളുണ്ട് എങ്കിൽ, പിടിക്കാൻ പ്രയാസമുണ്ടായ ആളുകളുണ്ട് എങ്കിൽ നാളെ അനുഷ്ഠിക്കണം. പ്രവാചകൻ പറഞ്ഞല്ലോ, ആശുറാന്റെ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. നിങ്ങൾ ആ വിഷയത്തിൽ യഹൂദികളോട് എതിരാകണം. അല്ലെങ്കിൽ താസുആന്റെ ദിവസം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസം. സഹോദരങ്ങളെ, ആ നിലക്ക് ഇന്നലെ പിടിക്കാൻ കഴിയാത്ത ആളുകൾ നാളെ നോമ്പനുഷ്ഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് റിലീഫിന്റെ കളക്ഷൻ ഉള്ള ദിവസമാണ്. ആ നിലക്ക് നമ്മൾ എല്ലാവരും ആ ഒരു കളക്ഷനുമായി സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ മുകളിലത്തെ നിലയിലേക്കുള്ള പടിയിലേക്ക് കടക്കുകയാണ്. സഹോദരൻ ആ നിലക്ക് സഹായിച്ചിട്ടുണ്ട് എന്നാണ്
നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സകല നന്മകളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആശുറാന്റെ ദിവസം ആ ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اغفر للمؤمنين والمؤمنات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا تقبل منا انك انت الدعاء. واقم الصلاه.